തമിഴ്നാട്ടിലേക്കാണ് ഇനി പോകുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2021 73.63% ആകെ പോളിംഗ്. എന്നാൽ ഇത്തവണ 3 മണിയോടെ തന്നെ പോളിംഗ് 70%-ലേക്ക് എത്തി. DMK ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയാണ് ഉയർന്ന പോളിംഗ് എന്ന് NDA വിലയിരുത്തുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോഴുള്ള സ്ഥലം എവിടെയാണ്? മാത്രമല്ല, ഈ അണ്ണാ DMKയുടെ പല ഉരുക്ക് കോട്ടകളുണ്ട്, അവിടെയൊക്കെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിമിഷത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? ശ്യാമ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ മേഖലയിലാണ്. കോയമ്പത്തൂർ മേഖലയിൽ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ 10 ജില്ലകളിൽ 9 ജില്ലകളിലും ADMKയും 1 ജില്ലയിൽ BJPയുമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ BJP NDAക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഈ കോയമ്പത്തൂർ ബെൽറ്റ്. കോയമ്പത്തൂരിലെ കൊങ്കു ബെൽറ്റ് മുഴുവൻ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. അതിൽ തന്നെ കോയമ്പത്തൂർ ജില്ല കഴിഞ്ഞ തവണ ഒരു ക്ലീൻ സ്വീപ്പാണ് ഇവർ നടത്തിയിരുന്നത്. ഇത്തവണ ഏതായാലും ഈ മേഖലയിൽ കനത്ത പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. 3 മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 3 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 70% പോളിംഗ് എന്നുള്ളത് തമിഴ്നാട്ടിലെ സംസ്ഥാനം മുഴുവനുള്ള പോളിംഗ് ആണ്. 70% എന്നുള്ളത് 3 മണി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കോയമ്പത്തൂരിലെ മാത്രം പോളിംഗ് എടുത്ത് പരിശോധിക്കുമ്പോൾ 71% പോളിംഗ് കോയമ്പത്തൂരിൽ 3 മണി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് NDAയുടെ അണ്ണാ DMKയുടെ ഒക്കെ ശക്തി കേന്ദ്രമായ കോയമ്പത്തൂർ മേഖലയിൽ പോളിംഗ് മികച്ച രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴുള്ളത്. നല്ല വെയിലായിരുന്നു, കനത്ത വെയിലാണ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒന്ന് വെയിൽ മയങ്ങി തുടങ്ങുന്നത്. ഏതായാലും വെയിൽ മയങ്ങി തുടങ്ങിയപ്പോഴേക്കും പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അതായത് തമിഴ്നാട്ടിൽ ആകെ ഇത്തവണ ഉള്ള വോട്ടർമാരുടെ എണ്ണം എന്നുള്ളത് അതിൽ 5,73,43,291 വോട്ടർമാരാണുള്ളത്. അതിൽ 4,01,40,304 വോട്ടർമാർ ഇതുവരെ വോട്ടർ രേഖപ്പെടുത്തി. അതായത് 3 മണി വരെയുള്ള കണക്ക് പ്രകാരം ഇത്രയും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ 2021 6,28,23,749 വോട്ടർമാരാണ് 2021 ആകെ ഉണ്ടായിരുന്നത്. അതിൽ 4,62,56,553 പേർ അന്ന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും അന്നത്തേക്കാൾ വോട്ടിംഗ് ശതമാനം, അതായത് 2021 73.63% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അതിനേക്കാളും പോളിംഗ് ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത് എന്നുള്ളതാണ്. കാരണം 3 മണി വരെ 70% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 6 മണി വരെ വോട്ട് ചെയ്യാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എല്ലാ കണക്കുകളും പുറത്തു വരുമ്പോഴേക്കും പോളിംഗ് ശതമാനം ഇനിയും കൂടുതൽ ശക്തമായിട്ട് ഉയരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം ഉയരും, അത് എന്താണ് ഈ തമിഴ് മക്കൾ ഇത്തരത്തോളം വോട്ട് ചെയ്യാനായിട്ട് കൂട്ടമായി എത്തി മുൻ വർഷങ്ങളേക്കാൾ പ്രതികരിക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ, ഇപ്പോൾ സമയം കൃത്യം 4:23 വരുന്ന മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ ആളുകൾ ജോലിക്കൊക്കെ പോയ ആളുകളുണ്ടാവും. രാവിലെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകാമെന്ന് കരുതി, പക്ഷേ തിരക്ക് കാരണം കഴിയാതെ വന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി വൈകിട്ടോടുകൂടി വന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 5 മണിക്ക് ശേഷം കൂടുതൽ തിരക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള സമയമുള്ളത്. 6 മണിക്ക് മുൻപായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി കൂടുതൽ ആളുകൾ ഈ 6 മണിയോടടുക്ക് 6 മണിക്ക് വോട്ടിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഏതായാലും 3 മണി വരെയുള്ള കണക്കുകളിൽ 70% പിന്നിട്ടു എന്ന് പറയുമ്പോൾ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുന്നു തമിഴ്നാട്ടിലും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം ഉയർന്നു നിൽക്കും, 80-ലേക്ക് എത്തുമോ, അതല്ലെങ്കിൽ 78 വരെയൊക്കെ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. 73 എന്നുള്ള ശതമാനം നമുക്കറിയാം. SIR ഒക്കെ വന്ന സാഹചര്യത്തിൽ 73 എന്നുള്ളത്
ഒരു 75 വരെയൊക്കെ ഉയരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും കണക്ക് കൂട്ടിയിരുന്നു. ഇന്ന് രാവിലെയും കെ അണ്ണാമല ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനൊക്കെ പ്രതികരിച്ച സമയത്ത് ഒരു 1.5-2% അല്ലെങ്കിൽ മാക്സിമം ഒരു 3% വരെയൊക്കെ SIR വന്നതുകൊണ്ടുണ്ടാവും, പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിലെ സ്ഥിതി വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനേക്കാൾ ഉയരാനുള്ളൊരു സാധ്യത, അതായത് അണ്ണാമലയൊക്കെ പറഞ്ഞ SIRൻ്റെ കണക്കുകളേക്കാൾ കടത്തിവെട്ടുന്ന തരത്തിൽ പോളിംഗ് ഉയരാനുള്ള സാധ്യതയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ കാണുന്നത്. ഏതായാലും പോളിംഗ് വലിയ രീതിയിൽ ഉയരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ അല്പം ഈ റൂറൽ മേഖലകളിലൊക്കെ ചെറിയ തിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയുള്ള വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ തിരക്ക് ഇവിടെ ശക്തമായിട്ട് തന്നെ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ 6 മണിക്ക് മുൻപായിട്ട് തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ആളുകൾക്കൊക്കെ വോട്ട് ഉറപ്പായിരിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ. ഏതായാലും കുറച്ചുകൂടി, അതായത് ആ ഒരു 3 മണിയിലെ അവസ്ഥയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇപ്പോൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഓരോ മേഖലകളും മാറിയിരിക്കുന്നു, പോളിംഗ് ബൂത്തുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, കോയമ്പത്തൂരിലെ ഒരു പോളിംഗ് ബൂത്തിൽ നിന്നാണ് അരുണാലത്തൂർ വിശദമായി തന്നെ റിപ്പോർട്ട് നൽകിയത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കനത്ത പോളിംഗ് ആണ് തമിഴ്നാട്ടിലുടനീളം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്.